വാരി നിറയ്ക്കണം, നല്ലോണം നിറയ്ക്കണം. കരിയില മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇതിനകത്ത്. കരിയില നമ്മൾ ഇഷ്ടം പോലെ നിറച്ച്. ഇനി നമുക്ക് ഒരു ചിരട്ട മണ്ണ് മതി, ഒറ്റ ചിരട്ട മണ്ണും വെച്ചിട്ട് നമുക്ക് മണ്ണും ഉള്ള നല്ല വളം എന്ന് വെച്ചാൽ മണ്ണും ഈ ആട്ടും പുഴുക്കയും കൂടെ ഒരു വളമാണ്. നമുക്ക് ഇച്ചിരി ആട്ടും പുഴുക്കതിനകത്ത് കുറച്ച് ഇത് മതി, ആട്ടും പുഴുക്കയും കൂടി ഇട്ട് ചേർത്ത് യോജിപ്പിച്ച് ഇത്ര മണ്ണിൻ്റെ ആവശ്യമുള്ളൂ. അതിനെ കാണിക്കും. ഇത് ഞാൻ പാവി ഇവിടെ വെച്ചാൽ നമ്മൾ ഗ്ലാസ്സിനകത്ത് വെള്ളം കുടിക്കുന്ന ഗ്ലാസ്സിനകത്ത് വിത്തിട്ട് കിളിപ്പിച്ച് വെച്ചേക്കും ഓരോ. അത് മുളവിൻ്റെ തൈയാണ്. ഇത് വഴുതനങ്ങ. പിന്നെ ഉള്ളി കണ്ട ഉള്ളി ചെറിയ നമ്മൾ റേഷൻ കടയിൽ നിൽക്കുന്ന ഗോതമ്പിൻ്റെ കവറിനകത്ത് ഇതുപോലെ കരിയില നിറച്ചിട്ട് അതിനകത്ത് ശകല മണ്ണും പിന്നെ അതിൻ്റെ കാട്ടവും കൂടെ ചേർത്ത് ഇളക്കി ഇതാക്കിയതാണ്. അവിടെ ആ ഉള്ളിയും കിളിപ്പിച്ച് വെച്ചേക്കുന്നത്. തൈ നമുക്ക് ഇതിനകത്തോട്ട് നടാം. ഒരു ചിരട്ട മണ്ണും എല്ലാം കൂടെ അങ്ങോട്ട് വയ്ക്കണം. അങ്ങോട്ട് വെച്ചിട്ട് ഇതാക്കണം. ഇതിൻ്റെ മൂട് മാറ്റിയിട്ട് ഇതിലോട്ട് ഇറക്കി അങ്ങ് വെച്ചിരുന്നാൽ മതി. ആ പേപ്പർ അങ്ങ് ഇതിലടിച്ച് പൊയ്ക്കോളും. ഇങ്ങനെ ആക്കി വെച്ചിരുന്നാൽ മതി. ഇങ്ങനെ അങ്ങ് മൂടി വെച്ചാൽ മതി. അതങ്ങ് കിളിച്ചോളും. മൂട് പിടിക്കുമ്പോൾ ഇനി ഇത് മൂട് പിടിക്കുമ്പോൾ ഇതിനകത്ത് മണ്ണിട്ട് ഉറപ്പിക്കണം. ഇപ്പം ഇത്ര മതി. ഇപ്പം ഇത്ര മണ്ണ് ഇത് ഇത്ര ആവശ്യമേ ഉള്ളൂ. ഇതിൻ്റെ ആവശ്യമുള്ളൂ. അതുപോലെ ഞാൻ നട്ട് വെച്ചതാണ്. വേണ്ട ഇത് വേണ്ട ഇതിനകത്തോട്ട് വേണ്ട കരിയില വേണ്ട ഗ്ലാസ്സിനകത്ത് നട്ട് വെച്ചതാണ്. ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കി. പക്ഷേ നല്ല ഇതുണ്ട്, നല്ല തഴച്ച് വളരുകയാണ്. ഇതും അതുപോലെ കരിയിലയും വെച്ച് വേണ്ട കരിയില ഇട്ടിട്ട് പിന്നെ ആ ഗ്ലാസ്സിൽ മുളപ്പിച്ച് ഒരെണ്ണം നട്ട് നല്ല വേണ്ട തഴച്ച് വളർന്ന് വരിക. ഇതും അതുപോലെ വേണ്ട ഇതിനകത്ത് ചാക്കിനകത്ത് കരിയില ഇതൊക്കെ ഇട്ടാണ് ഇട്ടത്. പാവലാണത്. പാവൽ നമ്മളെ പൊന്നാങ്കണ്ണി ചീരയാണ്. ഇതെല്ലാം ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് വെച്ചേക്കുമ്പോൾ നടന്ന് കയറുന്ന കൊച്ചു സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പിൽ ഇങ്ങനെ ഒരു സൈഡിൽ വെച്ചേക്കുക. അത് ഇതുപോലെ കൊച്ചു കവറിനകത്ത് മാവൊക്കെ മേടിക്കുന്ന കവറിനകത്ത് ഇച്ചിരി കരിയില ഇട്ട് ഇതുപോലെ ഒരു കുഞ്ഞ് തണ്ട് എടുത്ത് ഒടിച്ച് ഇതുപോലെ തഴച്ചുള്ളൂ. ഇതുപോലെ നമുക്ക് എല്ലാവർക്കുള്ള വീട്ടിൽ ഇതുപോലെ ചെയ്യാം. ഇനിയിപ്പോൾ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് തോരനൊക്കെ വെച്ച് കൊടുക്കാം. പിന്നെ ഇത് കണ്ണിന് കാഴ്ച നല്ലോണം കിട്ടുന്നൊരു ചീരയാണിത്, പൊന്നാങ്കണ്ണി ചീര. പിന്നെ എൻ്റെ പരീക്ഷണം എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ വെള്ളം കുടിക്കാൻ മേടിക്കുന്ന ആ കുപ്പി, അതിൻ്റെ കുപ്പി ഇങ്ങനെ മൂട് കീറിയിട്ട് കരിയില അതിനകത്ത് നിറച്ചിട്ട് ഒരു ശകലം മണ്ണിട്ട് നിറച്ചിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞ് തൈകൾ നട്ട് ഇത് നല്ല ഇതായിട്ട് കിളിച്ച് കയറി വരുന്നുണ്ട്. അപ്പുറത്തെ കവറിനകത്ത് ഞാൻ ഇങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട്. നല്ല ഇതാണ്. ഇനിയിപ്പോൾ കുഞ്ഞുങ്ങൾ സ്കൂളൊക്കെ തുറക്കുമ്പോഴത്തേനും നമുക്ക് ചീരയ്ക്ക് അവർക്ക് തോരനൊക്കെ വെച്ച് കൊടുക്കാനൊക്കെ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് അപ്പുറത്തോട്ടൊക്കെ ചെയ്ത് വെച്ചു. എൻ്റെ കുഞ്ഞു വീഡിയോ ആണെങ്കിൽ ഇത് എല്ലാവരും കാണണം. എൻ്റെ വീഡിയോകൾ കാണാൻ ഷോർട്ടിൻ്റെ ഒരു ഷോർട്ട് വീഡിയോകളും ഉണ്ട്, നല്ല വലിയ വീഡിയോകളും ഉണ്ട്. അപ്പോഴും അതും കൂടെ ഒന്ന് കാണണം. പിന്നെ വലിയ വീഡിയോകളും കൂടെ എല്ലാവരും കാണണേ. ഷോർട്ട് മാത്രം കാണാം. അതിൻ്റെ തന്നെ വലിയ വീഡിയോകളും കൂടെ ഉണ്ട്. അതും കൂടെ ഒന്ന് കണ്ട് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാനൊരു മഴയുടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ എല്ലാവരും കാണണം. എൻ്റെ എല്ലാ വീഡിയോകളും കാണണം. എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്ക് ഷെയറും തരണം. പിന്നെ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം.